ദേവുരയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല ചൂടായിരുന്നു, ഇപ്പോൾ കുറച്ച് മഴയൊക്കെ കിട്ടി തുടങ്ങി അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഉപവാസമാണ്. മതപരമായ ചില ചടങ്ങുകൾക്കൊപ്പം നമ്മൾ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. അതല്ലാതെ ആരോഗ്യകരമായ ഒരു ശരീരത്തിന്, ആരോഗ്യമുള്ള ഒരു മനസ്സിന് എത്രമാത്രം സഹായകരമാണ് ഉപവാസം എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഈശ്വരീയമായ രീതിയിൽ നമ്മൾ പലരും ഉപവസിക്കുന്നതാണ്. തിങ്കളാഴ്ച വ്രതം, വ്യാഴാഴ്ച വ്രതം, നോമ്പ് നോക്കുക, ഉപവാസം എടുക്കുക, നൊയമ്പ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ നോമ്പ് എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ശാസ്ത്രീയമായ ഒരു രീതിയിലേക്ക് അത് മാറുന്നില്ല. പലരും ഒരുപാട് ഉപവാസം എടുത്ത് ശരീരം ശോഷിച്ചു പോകുന്നതും ക്ഷീണിക്കപ്പെടുന്നു എന്ന് പറയുന്നവരും ഒത്തിരി പേരാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഉപവാസം എടുക്കേണ്ടത്? ഉപവാസം എടുക്കാൻ കൃത്യമായ രീതികളുണ്ട്. പട്ടിണി എടുക്കുക എന്നുള്ളതല്ല ഉപവാസം. പലരും പറയും കേട്ടോ, പട്ടിണി ഇടുന്നിട്ട് അങ്ങനെ ശരീരം ഭാരം കുറയ്ക്കൊന്നും വേണ്ട, പട്ടിണി ഇടുന്ന് നന്നാവണ്ട എന്ന് പറയും. അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയാക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെ ആവണ്ട എന്ന് പറയും. പക്ഷെ പട്ടിണി എടുക്കുക എന്നുള്ളതല്ല ഉപവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദാരിദ്ര്യമുള്ള ആളുകളും ആ കാലഘട്ടത്തിലും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കണ്ടേ? അപ്പം അങ്ങനെയല്ല എന്ന് കരുതി കൃത്യമായ ഭക്ഷണത്തിന് ഒരു നിയന്ത്രണം ഉണ്ടാക്കുക, കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഉപവാസത്തെ കാണുന്നുണ്ട്. ഒരു ഭക്ഷണവും കഴിക്കാതെ നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇരിക്കുന്നത് മുതൽ പാൽ കുടിച്ചുകൊണ്ട്, ജ്യൂസ് കുടിച്ചുകൊണ്ട്, വെള്ളം കുടിക്കുക, ഇളനീര് മാത്രം കഴിച്ച്, ഫ്രൂട്ട്സ് മാത്രം കഴിച്ച്, ജ്യൂസ് മാത്രം കഴിച്ച്, അങ്ങനെ പല 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 രീതിയിൽ ഉപവാസം നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. എന്തിനാണ് ഉപവസിക്കുന്നത്? സാധാരണയായി നമ്മളിപ്പോൾ അമിതമായ ഭക്ഷണം കഴിക്കുന്നവരാണ് ഒരു 75%. പൂർണ്ണമായും അടച്ച് ഞാൻ പറയുന്നില്ല, 75% പേരും ജങ്ക് ഫുഡിനെ ആശ്രയിക്കുന്നവരും പുറത്തു നിന്ന്, ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുമാണ്. ഇപ്പോൾ എല്ലാം ഇൻസ്റ്റൻ്റ് ആണല്ലോ. നമുക്ക് രാവിലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇൻസ്റ്റൻ്റ് ആണ്. ഒന്ന് വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങുന്നു, കഴിക്കുന്നു. അതൊക്കെ നമുക്ക് ഫിസിക്കലി അത്രമാത്രം ഗുണം ചെയ്യുന്നതല്ല. നമുക്ക് എത്രമാത്രം ഇൻസ്റ്റൻറ്റ് ഫുഡ് ഉപയോഗം കൂടുന്നുണ്ടോ, ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം കൂടുന്നുണ്ടോ, അതിനനുസരിച്ച് നമ്മുടെ ആശുപത്രി വാസവും കൂടുന്നുണ്ട് ഇല്ലേ? നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത അസുഖങ്ങളുടെ നീണ്ട നിര നമ്മളോടൊപ്പം ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷണം തന്നെയാണ്. അന്നമാണ് ഔഷധം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. തെക്തേന ഭുജീത എന്നാണ് നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ ഋഷിവര്യന്മാർ നമ്മളോട് പറഞ്ഞതും പഠിപ്പിച്ചതും, നമ്മുടെ ഗുരുകാരണവന്മാരെ നമ്മളോട് പഠിപ്പിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക അല്ലേ? പങ്കിട്ടുകൊണ്ട് ഭക്ഷിക്കുക, മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഭക്ഷിക്കുക. അതിലൊക്കെ സമാധാനവും സന്തോഷവും കണ്ടെത്തിയിരുന്ന തലമുറയായിരുന്നു നമ്മുടെ മുൻ തലമുറ. അതുകൊണ്ടായിരിക്കണം ആവശ്യത്തിനുള്ള ഭക്ഷണവും ആവശ്യത്തിനുള്ള വ്യായാമവും കൃത്യമായി കൊണ്ടു നടക്കുന്നത് കൊണ്ട് ഇന്നും നമുക്ക് മുന്നിൽ 80, 86, 90 വയസ്സുള്ളവരെ ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ തലമുറയിലുള്ളവരെ ഒരു 30, 35, 40 ആവുമ്പോഴേക്കും ഒരുപാട് അസുഖങ്ങളുടെ ഒരു കിഴിയുമായിട്ടാണ് അവരുടെ നടപ്പ്. അപ്പം ഈ അസുഖങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ ഉപവാസത്തിന് സാധിക്കില്ല. പക്ഷേ ഭക്ഷണത്തിൽ നിന്നുണ്ടാവുന്ന ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, ദഹന വ്യവസ്ഥയ്ക്ക് വരുന്ന തകരാറുകൾ, അമിതമായ വണ്ണം, കൊഴുപ്പ് ശരീരത്തിൽ അമിതമായി ഉണ്ടാവുക, പ്രമേഹത്തിന്, ഇതൊക്കെ നിയന്ത്രിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഉപവാസത്തെ കൂട്ടുപിടിക്കാം. ഉപവാസം അതിന് നമുക്ക് വളരെയധികം സഹായകരമാണ്. മാത്രമല്ല എല്ലാവർക്കും ഉപവാസം ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം. ആർക്കൊക്കെ ഉപവാസം ചെയ്യാന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞു തരാം. എല്ലാവർക്കും എല്ലാ ഉപവാസവും സാധിക്കില്ല. ചിലർക്ക്
ഏതാണോ നമുക്ക് അനുയോജ്യമായത്, നമ്മുടെ ശാരീരികമായ ഒരു അവസ്ഥയ്ക്ക് അനുയോജ്യമായത് എന്താണോ അതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഏത് ഉപവാസമാണെന്നുള്ളത്. ഈ ഉപവാസം നമ്മുടെ പ്രമേഹത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു, ശരീരത്തിന്റെ കൊഴുപ്പിനെ കുറയ്ക്കുന്നു. എങ്ങനെയാണ് ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കുന്നത്? കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം ചെന്നുകൊണ്ടിരുന്ന നമ്മളിലേക്ക് ദൈർഘ്യം, അതായത് ഭക്ഷണത്തിന്റെ ഇടവേളകൾക്ക് ദൈർഘ്യം ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പ് സ്വാഭാവികമായും ശരീരം ഊർജമായി ഉപയോഗിക്കും. ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ എന്താണ്? കൊഴുപ്പിന്റെ അളവ് കുറയുന്നു. യോഗയിൽ പറയുന്നത് പോലെ തന്നെ ഇതിൽ പ്രത്യേകമായിട്ട് മാജിക്കോ മന്ത്രമോ ഒന്നുമില്ല കേട്ടോ. ഇനി ആർക്കൊക്കെയാണ് ഉപവാസം എടുക്കാൻ പറ്റുക? ഒരു കാരണവശാലും നമ്മൾ എത്ര തടിയുണ്ട് അല്ലെങ്കിൽ തടി കുറയ്ക്കാനാണ് എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ, ഒരു അസുഖങ്ങളും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാതെ പ്രമേഹ രോഗമുള്ളവരെ ഉപവാസം അവർക്ക് അനുയോജ്യമല്ല, അവര് ഉപവസിക്കാൻ പാടില്ല. അതുപോലെ ഗർഭിണികൾ ഉപവസിക്കാൻ പാടില്ല. പിന്നെയോ മുലയൂട്ടുന്ന അമ്മമാര് ഉപവസിക്കാൻ പാടില്ല. കൃത്യമായ ഇടവേളകളിൽ മരുന്നും ഭക്ഷണവും കഴിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരെ ഉപവാസം എടുക്കാൻ പാടില്ല. ഇവരെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവർക്കും ഉപവാസം എടുക്കാം. ഈ ഉപവാസം എടുക്കുമ്പോൾ ഭക്ഷണത്തിന്റെ നിയന്ത്രണം മാത്രമല്ല, ശാരീരികമായ ഒരു നിയന്ത്രണം, അതിലുപരി ആത്മീയമായ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി കൂടി നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. ആസക്തി കുറയും. അത് ഏറ്റവും ആദ്യം ആസക്തി നമ്മളിൽ പ്രകടമാകുന്നത് ഭക്ഷണത്തിനോടാണ്. അപ്പൊ അത് നമുക്ക് പൂർണ്ണമായും കുറേശ്ശെയായിട്ട് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ സാധ്യമല്ല, പക്ഷെ വളരെ നിയന്ത്രിതമായ ഉപവാസം നമ്മൾ ശീലിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെയും മറ്റുള്ള ആസക്തി നിയന്ത്രിക്കാൻ സാധിക്കും. അത് വലിയ ഒരളവിൽ നമുക്ക് ആത്മവിശ്വാസം നൽകാൻ ഇത് സാധിക്കും. അതുപോലെ എങ്ങനെയാണ് ഉപവാസം എടുക്കേണ്ടത്? രാവിലെ മുതൽ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നിങ്ങൾക്ക് എടുക്കാം. അതല്ല ഒരു ദിവസം 24 മണിക്കൂർ മുഴുവൻ എടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും എടുക്കാം. എങ്ങനെയാണോ നിങ്ങളുടെ ശാരീരിക അവസ്ഥ എന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ ഉപവാസത്തെ സ്വീകരിക്കണം. ഇനി ഉപവാസം എടുത്തു, എങ്ങനെയാണ് അത് ബ്രേക്ക് ചെയ്യുക? നമ്മളൊരു 12 മണിക്കൂർ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്ന് 12 മണിക്കൂർ ബ്രേക്ക് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാൻ പാടുണ്ടോ? ഇല്ല കേട്ടോ. ഒരു കാരണവശാലും നമ്മൾ ആ സമയത്ത് അങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല. ഉപവാസം അവസാനിപ്പിക്കുന്നത് എപ്പോഴും ശുദ്ധമായ വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കണം. ലിക്വിഡ് ഫോമിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കഞ്ഞിവെള്ളമോ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളമോ ഒക്കെ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഉപവാസം അവസാനിപ്പിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ജ്യൂസോ ഇളനീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അതും കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ്, റോ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു. അതിനുശേഷം മാത്രമാണ് നമ്മൾ ധാന്യങ്ങൾ, ചോറ് കഴിക്കാനോ അല്ലെങ്കിൽ ധാന്യവർഗ്ഗങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ. ബ്രേക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഒരുപാട് ഫുഡ്, ജ്യൂസ് ആയിട്ടും മറ്റ് ഫുഡുകളും നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമേ ചെയ്യും. നമ്മൾ ഇത്ര നേരം എടുത്തു കൊണ്ടുവന്ന ആ ഉപവാസത്തിനെ ആപ്പാടെ നമ്മൾ ഒരു ഉപകാരം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയാവും ഇത്രയും ഫുഡുകൾ നമ്മൾ കഴിച്ചാൽ. അപ്പൊ ഗ്രാജുവലി നമ്മൾ ആദ്യം വെള്ളം കുടിക്കുക, അതിനുശേഷം എന്തെങ്കിലും ഇളനീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച്, ചെറിയ ജ്യൂസ് കഴിച്ചു, അതിനുശേഷം ഫ്രൂട്ട്സും സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഒരു കാരണവശാലും പഞ്ചസാര നിങ്ങൾ ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുക, ഒട്ടും ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കത് കൂടിയേ പറ്റുള്ളതുണ്ടെങ്കിൽ വളരെ മൈൽഡായിട്ട് പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഇതിൽ എപ്പോഴും നല്ലത് കേട്ടോ. അതുപോലെ കോഫി, ചായ ഇതൊക്കെ നമ്മൾ ഈ ബ്രേക്കിംഗ് സമയത്ത് ഒഴിവാക്കുകയാണ് ശരീരത്തിന് എപ്പോഴും ഗുണം ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ഉപവാസം എടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്, മനസ്സിന് ഉണ്ടാവുന്ന ഉന്മേഷം ഒന്ന് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഉപവാസം എടുക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ആ ഒരു ഘട്ടങ്ങളിലൂടെ തന്നെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ
ഇങ്ങനെ ആക്കാൻ ശ്രമിക്കുക. ഇനി ഉപവാസം ഒട്ടും എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കുക കേട്ടോ. ശരീരത്തിന്റെ വെള്ളത്തിന്റെ ഇപ്പൊ പ്രത്യേകിച്ച് ചൂടുള്ള സമയം അവസാനിക്കുകയാണ്, മഴയൊക്കെ തുടങ്ങി. എന്നാലും നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം കുടിക്കാതെ ഉപവസിക്കുമ്പോൾ ഒരു പക്ഷേ ശരീരത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമുക്ക് ഉപവസിക്കാം. ഞാൻ പറഞ്ഞു ആദ്യം പലതരത്തിലുള്ള ഉപവാസം ഉണ്ട്. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമുക്ക് ഉപവസിക്കാം, ഇളനീര് മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാം, ജ്യൂസ് മാത്രം, ലിക്വിഡ് ഫോംസ് മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാം. ഇതൊക്കെ നമ്മളുടെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട്, ലഘുവായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആണ് നമുക്ക് സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഭക്ഷണത്തിന്റെ ഇടവേളകൾ കുറയ്ക്കുക, ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക, അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കുക, സ്ട്രെസ് കുറയ്ക്കുക, പൂർണ്ണമായ ആരോഗ്യം മനസ്സിനും ശരീരത്തിനും സ്വന്തമാക്കാൻ ഉപവാസം ഏറ്റവും അനുയോജ്യമാണ്. നിങ്ങളും അത് സ്വീകരിക്കുക, നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുക. തീർച്ചയായും നല്ല സന്തോഷമുള്ള, സമാധാനമുള്ള, ഐശ്വര്യപൂർണമായ ഒരു ദിവസം നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു കാര്യവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹം, നന്ദി.